എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുഖമാണ്. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. അത് പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗുരുവായൂരിൽ തൊഴാൻ പോയാൽ ഭക്തരുടെ മുഖത്തുൾപ്പെടെ ഒരു പോസിറ്റീവ് വൈബ് അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. വേദനകളും ആവലാതികളും പറയാനെത്തുന്ന ഭക്തർ അതെല്ലാം മറന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ കാണപ്പെടാറുള്ളത്. ആ ഒരു സന്തോഷം അതിൻ്റെ എല്ലാ പൂർണ്ണതകളോടും കൂടി അനുഭവിച്ചറിയാൻ ചെന്നൈ നിവാസികൾക്കും അവസരം വന്നിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ചെന്നൈ ശ്രീപെരുമ്പത്തൂരുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഉണ്ണിക്കണ്ണനെ കാണാൻ എത്തുന്നവർക്ക് എല്ലാ അർത്ഥത്തിലും മനം നിറഞ്ഞ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലെത്തിയ അതേ പ്രതീതിയിൽ മടങ്ങാവുന്ന ശ്രീ പെരുമ്പത്തൂർ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. കൊടിമരവും ക്ഷേത്രകലയും ശാന്തതയും ഒത്തുചേർന്ന ഒരിടം. ക്ഷേത്രോപാസന എന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ 35 വർഷമായി ചെന്നൈ മലയാളികൾക്ക് ഗുരുവായൂരപ്പൻ സന്ദർശനം നൽകുന്ന ഒരു പുണ്യഭൂമിയാണ് ഇവിടം. പാൽപ്പായസം, തുലാഭാരം, ചോറൂണ് എന്നിങ്ങനെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നാം നടത്തിവരുന്ന എല്ലാ വഴിപാടുകളും ഇവിടെയുമുണ്ട്. തൃശ്ശൂർ ഗുരുവായൂരിലെ അതേ അനുഭൂതി ഉളവാക്കുന്ന മാതൃകയാണ് ഇവിടെയുള്ളത്. ഭക്തർ ഗോകുൽധാം എന്ന് വിളിക്കുന്ന ഇവിടം ചെന്നൈ മലയാളികളുടെ ഒരു പുണ്യഭൂമിയായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ 2 കിലോമീറ്റർ ചുറ്റിനുള്ളിലായി ശ്രീ ആദികേശവ പെരുമാൾ കോവിലും ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ശ്രീ രാമാനുജൻ കോവിലും സ്ഥിതി ചെയ്യുന്നു. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താവുന്നത്. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ അതേ മതിൽക്കെട്ടിൽ താമരമൊട്ടിൻ്റെ ആകൃതിയിൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രവുമുണ്ട്. വളരെ മനോഹരമായി പണികഴിപ്പിച്ചിരിക്കുന്ന വശ്യസുന്ദരമായ ഒരിടവും അനുഭവമാണ് ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ കാലിത്തൊഴുത്താണ്. വളരെ വൃത്തിയും വെടിപ്പുമുള്ള കാലിത്തൊഴുത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതീവ ശ്രദ്ധയോടെയാണ് ജീവനക്കാർ അവയെ പരിപാലിക്കുന്നതും ശുശ്രൂഷിക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഗ്രാമവാസികൾക്കും ഭക്തർക്കും അന്നദാനവും വസ്ത്രങ്ങളും എല്ലാം ഇവിടെ നൽകി വരുന്നു. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്ററും ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് 2 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം.